എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ഒരു ഇഫ്താറിലേക്കും അതുപോലെ തന്നെ ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ പോയി വാങ്ങിച്ച് കഴിക്കുന്നതിലും നല്ല ടേസ്റ്റിൽ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ ചെയ്തിട്ടെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം നമുക്കിതെങ്ങനെയാണ് നല്ല ടേസ്റ്റിൽ ഈസി ആയിട്ട് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിൽ ഒരു 4 കപ്പളവിൽ പാൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. 4 കപ്പളവിൽ ഫുൾ ഫാറ്റ് പാൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഇതുപോലെ ഫ്രൂട്ട് കസ്റ്റാർഡൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഫുൾ ഫാറ്റ് പാൽ തന്നെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ 250 ml കപ്പിൽ 4 കപ്പളവിൽ ഇതുപോലെ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. പാൽ ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇതുപോലെ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് കണ്ടല്ലോ, ഇതുപോലെ വാനില ഫ്ലേവർ കസ്റ്റാർഡ് പൗഡറാണ്. നമ്മൾ 1 ലിറ്റർ അളവിൽ പാലാണ് എടുത്തത്. അപ്പോൾ 1 ലിറ്റർ പാലിന് 4 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ വേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നതെങ്കിൽ, നമ്മളൊരു പാക്കറ്റ് പാലൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ 1/2 ലിറ്ററിൻ്റെ ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം മതി. 1 ലിറ്റർ പാലാണെങ്കിൽ ഇതുപോലെ 4 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ കറക്റ്റ് ഒരു അളവായിരിക്കും. ഒരുപാടങ്ങ് കുറുകിയൊന്നും പോകാതെ കറക്റ്റ് നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു പാകത്തിന് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. 1/4 കപ്പ് അളവിൽ പാലും കൂടി ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കാണ് നിങ്ങൾ മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി അത്യാവശ്യം ഇതൊന്ന് കുറുകി വരണം കേട്ടോ. ഒരുപാട് നമ്മളങ്ങ് തിക്കാക്കി അങ്ങ് എടുക്കരുത്. ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു കട്ടി പോലെ തോന്നും, എന്നാൽ ഒരുപാട് അങ്ങ് കുറുകിയിട്ടുമില്ല. ആ ഒരു കറക്റ്റ് പാകത്തിനാണ് കേട്ടോ നമ്മൾ കസ്റ്റാർഡ് ഇതുപോലെ കുറുക്കി എടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ആ ഒരു കഴിക്കുന്ന ഒരു പാകത്തിന് തന്നെ ഒരുപാടങ്ങ് കുറുകി ആ ഒരു പരുവത്തിന് ഒരിക്കലും കസ്റ്റാർഡ് നമ്മൾ കുറുക്കി എടുക്കരുത് ഈ ഒരു ടൈമിൽ. ഇത് കണ്ടില്ല, ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഒന്ന് കുറുകി വരുന്നുണ്ട്. കറക്റ്റ് ഈ ഒരു പാകമായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് കുറുകി വന്നാൽ ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതുപോലെ ഒന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ടെടുക്കണം. ഏകദേശം ഒരു 2-3 മണിക്കൂറോളം. അതിനിപ്പോൾ ഇത്ര ഒരു ടൈമൊന്നുമില്ല കേട്ടോ. ആ ഒരു കസ്റ്റാർഡ് നല്ല പോലെ തന്നെ തണുത്ത് വരണം. ആ ഒരു ടൈം വരെ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ കവർ ചെയ്ത് ഞാനിത് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തണുത്താൽ മാത്രമേ നമ്മൾ ഈ ഒരു കസ്റ്റാർഡ് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഫ്രൂട്ട്സും കസ്റ്റാർഡും കൂടെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നതിൽ നല്ലത് കസ്റ്റാർഡ് നന്നായിട്ട് തണുപ്പിക്കുക. സെപ്പറേറ്റ് ആയിട്ട് ഫ്രൂട്ട്സും നല്ല പോലെ തന്നെ തണുപ്പിക്കുക. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഈ ഒരു ഫ്രൂട്ട്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ചില ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു പുളിയൊക്കെ ഉണ്ടെങ്കിലും ചെറിയൊരു കമർപ്പൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു കമർപ്പും പുളിയൊന്നും ഒരു കസ്റ്റാർഡിലേക്ക് ഇറങ്ങില്ല. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് അളവിൽ ആപ്പിൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തതും, അതുപോലെ തന്നെ ഇതൊരു 6-7 നല്ല പഴുത്ത നല്ല മധുരമുള്ള സ്ട്രോബെറി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ സ്ട്രോബെറിയൊക്കെ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ നേരത്തെ നമ്മൾ സ്ട്രോബെറി ചേർത്ത് കൊടുത്ത് ഫ്രിഡ്ജിൽ വെക്കരുത്. നമ്മൾ കഴിക്കാനായിട്ട് ഇത് എപ്പോഴാണ് സെർവ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് മാത്രം ഫ്രൂട്ട്സ് ഇതുപോലെ ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ മാമ്പഴവും ഒരു മീഡിയം വലിപ്പമുള്ള മാതളനാരങ്ങ ഇതുപോലെ പൊളിച്ചെടുത്താണ് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പച്ച ഒരു മുന്തിരിയിൽ നല്ല മധുരമുള്ള മുന്തിരി മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ നല്ല മധുരമുള്ള ഒരു കറുത്ത മുന്തിരിയും ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ബദാമും കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പഴവും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ.
പാളയംകോടൻ പഴമല്ല, ഞാലിപ്പൂവൻ പഴമാണെങ്കിൽ മാത്രം ഇതുപോലെ കട്ട് ചെയ്തത് നമ്മൾ ഇട്ട് കൊടുക്കുക. അത് ഒരെണ്ണമാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിരിക്കുന്നത്, ഞാലിപ്പൂവൻ പഴവ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളൊരു ഫ്രൂട്ട്സും ആ ഒരു കസ്റ്റാർഡും എല്ലാം നന്നായിട്ട് തണുപ്പിച്ചതായതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരിക്കും കേട്ടോ ഇതിന്. അപ്പോൾ ഇതുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ ഇത്. കുറച്ച് ഫ്രൂട്ട്സും ഇതുപോലെ ഒരു കസ്റ്റാർഡും പാലും ഒക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഈ ഒരു ചൂട് സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.